സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന്റെ കരുത്താകുന്ന 6 നേതാക്കൾ. ട്രംപിന് മുന്നിൽ അടിപതറാതെ ഇറാനെ തലയെടുപ്പോടെ നിർത്തുന്നത് ഇവരാണ്. ട്രംപിന്റെ യുദ്ധതന്ത്രങ്ങളെ തോൽപ്പിച്ചതും ഇവരാണ്. ഇസ്രയേൽ ആക്രമണത്തിൽ രാജ്യത്തിന്റെ 50ഓളം വരുന്ന മുതിർന്ന രാഷ്ട്രീയ സൈനിക നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടും ടെഹ്റാനിലെ ഭരണ സംവിധാനം തകരാതെ പിടിച്ചു നിർത്തിയതും ഇവരാണ്. ട്രംപിന് എല്ലാം ഭീഷണികളിൽ ഒതുക്കേണ്ടി വരുന്നതും ഇവർ കാരണമാണ്. മുസ്തഫ ഖമനിയോട് കടുത്ത കൂറുള്ളവരാണ് ഇവർ. അതിനൊരു കാരണവുമുണ്ട്. പുതിയ പരമോന്നത നേതാവിൻ്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും കടിഞ്ഞാൺ എങ്കിലും ഇറാന്റെ ഇപ്പോഴത്തെ നിർണായക തീരുമാനമെടുക്കുന്നത് ബാൻഡ് ഓഫ് ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന സഹോദര സംഘമാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. തീരുമാനമെല്ലാം നടപ്പാക്കുന്നത് അബ്ബാസ് അരാക്ചിയും സംഘവുമാണ്. അതായത് ഇറാനെ മരിച്ചാലും അമേരിക്കയോട് കീഴ്പ്പെടരുത് എന്ന് പഠിപ്പിച്ച ആയത്തുള്ള അലി ഖമനയുടെ ആശയങ്ങൾ കൂടുതൽ കാഠിന്യത്തോടെ പിന്തുടരുകയാണ് ഈ ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. ആരാണ് ആ 6 നേതാക്കൾ? അവരെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോയുമായി വന്നത്. ആയത്തുള്ള അലി ഖമൈനി കൊല്ലപ്പെട്ടതോടെയും പുതിയ നേതൃത്വമായി മുസ്തഫ ഖമനയി വരികയും ചെയ്തതോടെയാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ് ഇറാന്റെ ഭരണ നേതൃത്വം ഏറ്റെടുത്തത്. തനിക്ക് വല്ലതും സംഭവിച്ചാൽ രാജ്യത്തെ സൈനികമായി നയിക്കണമെന്ന് അലി ഖമനേനി നിർദ്ദേശിച്ചിരുന്ന അലി ലാറിജാനി കൂടി കൊല്ലപ്പെട്ടതോടെ ഈ സഹോദര സംഘത്തിലേക്ക് നിർണായക തീരുമാനങ്ങളെല്ലാം വന്നു ചേരുകയായിരുന്നു. ഇറാന്റെ ഏറ്റവും വലിയ സൈനിക കരുത്തായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നിലവിലുള്ളതും മുൻപുള്ളതുമായ മുതിർന്ന നേതാക്കൾ അടങ്ങുന്ന സംഘമാണ് സത്യത്തിൽ ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. പ്രധാന തീരുമാനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് മുസ്തഫ ഖമനയി തന്നെയാണ്. പക്ഷേ ഭരണം നേരത്തെ പോലെ ഒരു വ്യക്തിയിൽ മാത്രം ഇപ്പോൾ ഒതുങ്ങുന്നില്ല. ബാൻഡ് ഓഫ് ബ്രദേഴ്സ് കൂടി അടങ്ങിയ കൂട്ടായ നേതൃനിരയാണ് തന്ത്രപരമായ നീക്കങ്ങളും മിസൈൽ പ്രയോഗവും വരെ തീരുമാനിക്കുന്നത്. മാത്രമല്ല ഹോർമൂസിന്റെ കാര്യത്തിലും സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് മുസ്തഫ ഖമനയി സ്വീകരിക്കുന്നതും ഇവരുടെ സ്വാധീനം കൊണ്ടാണ് എന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസമാണ് മുസ്തഫ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരു വിധത്തിലും കഴിയില്ല, അല്ലെങ്കിൽ അതിനെ അനുവദിക്കില്ല എന്നുള്ള കർശനമായ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയത്. ഇനി ആരാണ് ആ സഹോദര സംഘം എന്ന ചോദ്യത്തിലേക്ക് വരാം. മുഹമ്മദ് ബാക്കർ കാലിബാഫ്, മുഹമ്മദ് ബാക്കർ സോൾഖാദർ, അഹമ്മദ് വാഹിദി, മുഹമ്മദ് അലി ജാഫരി, ഗുലാം ഹുസൈൻ മൊഹസൈനി എജ്ജൈ, ഹുസൈൻ തായിബ്, ഇവരാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. ഇതിൽ നിങ്ങളിൽ പലർക്കും അറിയാവുന്നത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായ മുഹമ്മദ് ബാക്കർ കാലിബാഫിനെ മാത്രമായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം അണിയറയിലിരുന്ന് പ്രതിരോധവും തന്ത്രങ്ങളും ഒരുക്കുന്നവരാണ്. ഇവരുടെ കൂട്ടായ്മയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് പശ്ചാത്തലം കൂടി അറിയേണ്ടതുണ്ട്. 1980 മുതൽ 1988 വരെ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധ കാലഘട്ടം ലോകത്തിൽ ഇന്നുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം ക്രൂരത അരങ്ങേറിയ യുദ്ധങ്ങളിൽ ഒന്ന് എന്നും ഈ യുദ്ധത്തെ പറയാം. ഇറാൻ കഠിനമായ കാലഘട്ടത്തിലൂടെ കടന്നുപോയെങ്കിലും ഇറാഖിനു വേണ്ടി അമേരിക്ക അടക്കം പാശ്ചാത്യ ശക്തികൾ ഒന്നാകെ അണിനിരന്നെങ്കിലും യുദ്ധത്തിലെ അന്തിമ വിജയം ഇറാന് തന്നെയായിരുന്നു. ഇറാന്റെ ആ പോരാട്ട കാലഘട്ടത്തിൽ ഇറാൻ വിപ്ലവ സേനയുടെ പ്രശസ്തമായ ഹബീബ് ബറ്റാലിയനിൽ സേവനം അനുഷ്ഠിച്ചവരാണ് ഈ ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. അന്ന് 20കളിലും 30കളിലും, അതായത് 20ഉം 30ഉം വയസ്സുള്ള യുവാക്കളായിരുന്നു ഇവർ. ഹബീബ് ബറ്റാലിയന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവർക്കൊപ്പം ആ ബറ്റാലിയനിൽ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനയും ഉണ്ടായിരുന്നു. ഇതാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സും മുജ്തബയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ അടിസ്ഥാനം. അതായത് ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ് എന്ന് പറയാം. യുദ്ധ കാലഘട്ടം രൂപപ്പെടുത്തിയ കടുത്ത രാഷ്ട്രീയ നിലപാടുകളാണ് ഇവരെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ഘടകം. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ഇറാൻ സ്വന്തം വഴിക്ക് മുന്നോട്ട് പോകണമെന്നും ശത്രുക്കളോട് ഒരു ഒത്തുതീർപ്പും പാടില്ല എന്നുള്ള കടുത്ത നിലപാട് ഇവർക്ക് നൽകിയത് ആ യുദ്ധമാണ്. തങ്ങളെ തകർക്കാൻ ലോകരാജ്യങ്ങൾ ഒന്നിച്ചപ്പോൾ സ്വന്തം കരുത്തിൽ മാത്രം പോരാടി ജയിക്കേണ്ടി വന്ന അനുഭവമാണ് ഇവരെ കടുത്ത പാശ്ചാത്യ വിരുദ്ധരാക്കി മാറ്റിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യുദ്ധത്തിനിടയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിലൂടെ ഇവർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ IRGCയുടെ, അതായത് ഇറാൻ വിപ്ലവ സേനയുടെ ഉന്നത ജനറൽമാരും കമാൻഡർമാരുമായി ഉയർന്നു. പിന്നീട് ഇറാന്റെ ഇന്റലിജൻസ്, സുരക്ഷാ ഏജൻസികൾ, ആഭ്യന്തര സുരക്ഷാ വിഭാഗം എന്നിവയുടെ തലപ്പത്തേക്ക് വരികയും രാജ്യത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളായി മാറുകയും ചെയ്തു. ഈ സംഘർഷ കാലഘട്ടത്തിലും തങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തിയ ഇറാൻ ഇറാഖ് യുദ്ധ കാലത്തെ പോലെ അതേ പ്രതിരോധ തന്ത്രങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക നീക്കങ്ങളുമാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ് ഇന്നും നടപ്പാക്കാൻ നോക്കുന്നത്, നടപ്പാക്കി വിജയിപ്പിക്കുന്നത്. ബാൻഡ് ഓഫ് ബ്രദേഴ്സ് നേതാക്കളെ ഓരോരുത്തരായി നമുക്ക് പരിചയപ്പെടാം.
ആദ്യം ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫിനെ കുറിച്ച് പറയാം. 64-കാരനായ കാലിബാഫ് മുമ്പ് IRGCയുടെ എയർഫോഴ്സ് കമാൻഡർ, നാഷണൽ പോലീസ് ചീഫ്, ടെഹ്റാൻ മേയർ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. നിലവിൽ അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് നേതൃത്വം വഹിക്കുന്നതും കാലിബാഫാണ്. രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾക്കിടയിലെ പാലമായാണ് കാലിബാഫ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെയാൾ മുഹമ്മദ് ബാക്കർ സോൾഖാദർ. കാലിബാഫിൻ്റെ പേരുമായി സാമ്യമുണ്ട് എങ്കിലും ഇരുവരും തമ്മിൽ ഒരു ബന്ധുത്വമില്ല. സൈന്യവും രാഷ്ട്രീയവും എങ്ങനെ ഒന്നിച്ചു പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് 72-കാരനായ സോൾഖാദർ. IRGCയുടെ മുൻ ഡെപ്യൂട്ടി കമാൻഡറും മുൻ ഡെപ്യൂട്ടി ആഭ്യന്തരമന്ത്രിയുമായിരുന്നു സോൾഖാദർ. അലി ലാർജാനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് മുതൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് സോൾഖാദർ പ്രവർത്തിക്കുന്നത്. അതായത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ, സൈനിക, സുരക്ഷാ, നീതിന്യായ വിഭാഗങ്ങൾ ഒരേ ലക്ഷ്യത്തോടെ നീങ്ങുന്നുവെന്ന് ഉറപ്പാക്കുന്ന നിർണായക സ്ഥാനത്താണ് സോൾഖാദർ ഇരിക്കുന്നത് എന്നർത്ഥം. ബാൻഡ് ഓഫ് ബ്രദേഴ്സിൽ മൂന്നാമത്തെ ആൾ അഹമ്മദ് വാഹിദിയാണ്. 67-കാരനാണ്. IRGCയുടെ പൂർണ്ണ ചുമതല വഹിക്കുന്നത് ഇദ്ദേഹമാണ്. മുൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായ വാഹിദി US-ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ അതായത് മുൻഗാമികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ചിലാണ് ഈ സ്ഥാനത്ത് എത്തിയത്. മുമ്പ് ഇറാന്റെ പ്രതിരോധ മന്ത്രിയായും ആഭ്യന്തര മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സായുധ ഗ്രൂപ്പുകളെ വളർത്തിയെടുത്ത ഖുദ്സ് ഫോഴ്സിൻ്റെ ആദ്യ കമാൻഡറുമായിരുന്നു വാഹിദി. അത്ര നിർണായക സ്ഥാനത്തിരുന്ന വ്യക്തിയാണ്. നാലാമത്തെയാൾ മുഹമ്മദ് അലി ജാഫരിയാണ്. ആയത്തുള്ള അലി ഖമനേയുടെ സൈനിക ഉപദേഷ്ടാവായിരുന്നു 68-കാരനായ ജാഫരി. അസീസ് എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്, സൈനിക കേന്ദ്രങ്ങളിൽ അറിയപ്പെടുന്നത്. നിലവിൽ ഔദ്യോഗിക പദവികളൊന്നും ഇദ്ദേഹം വഹിക്കുന്നില്ല. 2007 മുതൽ 2019 വരെ ഏറ്റവും കൂടുതൽ കാലഘട്ടം IRGCയുടെ കമാൻഡറായിരുന്ന വ്യക്തി കൂടിയാണ് ജാഫരി. കമാൻഡർമാർ കൊല്ലപ്പെട്ടാലും സൈന്യത്തിന് യുദ്ധം തുടരാൻ സാധിക്കുന്ന മൊസൈക് സ്ട്രാറ്റജി വികസിപ്പിച്ചെടുത്തത് ഇദ്ദേഹമാണ്. അതായത് രാജ്യത്തിൻ്റെ കേന്ദ്ര സൈനിക ആസ്ഥാനം ആക്രമിക്കപ്പെട്ടാലോ ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടാലോ പോലും സൈന്യത്തിന് സ്വയം ഭരണാധികാരത്തോടെ പോരാടാൻ അനുവാദം നൽകുന്ന അതീവ രഹസ്യവും വികേന്ദ്രീകൃതവുമായ യുദ്ധതന്ത്രമാണ് ഇറാൻ്റെ മൊസൈക് സ്ട്രാറ്റജി. ആ ഒരു തന്ത്രത്തിലൂടെയാണ് അമേരിക്കയുടെ പല യുദ്ധതന്ത്രങ്ങളെയും ഇറാൻ തോൽപ്പിക്കുന്നത്. ബാൻഡ് ഓഫ് ബ്രദേഴ്സിലെ അഞ്ചാമൻ ഗുലാം ഹുസൈനി മൊഹസെനി എജ്ജൈ ആണ്. 2021 മുതൽ ഇറാന്റെ ജുഡീഷ്യറിയുടെ തലവനാണ് 69-കാരനായ മൊഹസെനി. ഈ കൂട്ടായ്മയിൽ ഏറ്റവും കടുപ്പമുള്ള നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിത്വമാണ് ഇദ്ദേഹമെന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും മൊഹസെനിക്കെതിരെ ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറാമൻ ഹുസൈൻ തായിബ്. 63-കാരനായ ഷിയ പുരോഹിതനാണ് തായിബ്. മുമ്പ് ഇറാന്റെ ബാസിജ് മിലിഷ്യയുടെയും IRGCയുടെ രഹസ്യ വിഭാഗത്തിൻ്റെയും തലവനായിരുന്നു. ഇറാന്റെ ആണവ നിലയത്തിൽ ഇസ്രയേൽ നാശം വിതച്ചതിനെ തുടർന്ന് 2022 ഇന്റലിജൻസ് മേധാവി സ്ഥാനം ഇദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. എങ്കിലും ഇറാന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഇപ്പോഴും ശക്തനാണ് തായിബ്. മാത്രമല്ല മൊജ്തബ ഖമനേയുമായി ഏറ്റവും അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ആളുമാണ് തായിബ്. ഇവരാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ്. ഇവർ എങ്ങനെയാണ് ഇറാന്റെ ഭരണം പങ്കിടുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും അതീവ രഹസ്യമാണ് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സുരക്ഷ കണക്കിലെടുത്ത് ഇവരിൽ പലരും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറില്ല. പക്ഷേ ഇന്റലിജൻസ് വിവരങ്ങളിലും രാജ്യത്തെ ഭരണ സംവിധാനത്തിലുമുള്ള ശക്തമായ സ്വാധീനം ഉപയോഗിച്ചാണ് ഇവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നാണ് സൂചനയെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ട്രംപ് ഭരണകൂടത്തെ വെള്ളം കുടിപ്പിക്കുകയാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. അമേരിക്കൻ സൈന്യത്തിന് അതീവ ശക്തവും ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായ പ്രതിരോധവും വെല്ലുവിളിയുമാണ് ബാൻഡ് ഓഫ് ബ്രദേഴ്സ് ഉയർത്തുന്നത് എന്നുള്ളത് നിസ്സംശയമാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ മുനയൊടിച്ചത് ഈ സൈനിക കൂട്ടായ്മയുടെ തന്ത്രപരമായ നീക്കങ്ങളായിരുന്നു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിട്ടും ഇറാന്റെ പ്രതിരോധം തകരാതിരുന്നതിന് കാരണം ഈ ബാൻഡ് ഓഫ് ബ്രദേഴ്സ് നേരത്തെ പറഞ്ഞ മൊസൈക് സ്ട്രാറ്റജി വിജയകരമായി ഉപയോഗിച്ചത് കൊണ്ടാണ്. ഓരോ പ്രാദേശിക യൂണിറ്റുകൾക്കും പൂർണ്ണ സ്വയംഭരണാധികാരം നൽകിയത് വഴി കേന്ദ്ര ആസ്ഥാനമില്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഭാഗത്ത് നിന്നൊരു നിർദ്ദേശം വന്നില്ലെങ്കിൽ കൂടി ട്രംപിൻ്റെ അത്യാധുനിക സൈന്യത്തെ ഗറില്ല യുദ്ധമുറയിലൂടെ നേരിടാൻ ഇതിലൂടെ ഇറാന് കഴിഞ്ഞു. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ കനത്ത ബോംബാക്രമണത്തിലൂടെ ഇറാനെ കീഴ്പ്പെടുത്താമെന്നായിരുന്നു ട്രംപും ഇസ്രയേലും അന്ന് കരുതിയിരുന്നത്. എന്നാൽ യുദ്ധം മാസങ്ങളോളം നീട്ടിക്കൊണ്ടുപോകാനും അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക നാവിക നഷ്ടങ്ങൾ വരുത്തിവെക്കാനും ഈ സൈനിക ജനറൽമാർക്ക് സാധിച്ചു എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. അതായത് ഈ ബാൻഡ് ഓഫ് ബ്രദേഴ്സിന് സാധിച്ചു. മാത്രമല്ല ബാൻഡ് ഓഫ് ബ്രദേഴ്സിൻ്റെ കീഴിൽ ഇറാൻ തങ്ങളുടെ ഡ്രോൺ മിസൈൽ പ്രോഗ്രാമുകൾ ഈ ആക്രമണത്തിന് ശേഷം അതിവേഗം പുനഃസ്ഥാപിക്കുകയും ചെയ്തു.
മാത്രമല്ല ഹോർമൂസ് കടലിടുക്കിനെ തന്ത്രപരമായ ആയുധമായി ഉപയോഗപ്പെടുത്തി ട്രംപിനെ പ്രതിരോധത്തിലുമാക്കി. ഇറാൻ ഇറാഖ് യുദ്ധത്തിൻ്റെ കഠിനമായ അനുഭവ സമ്പത്തുള്ള ഈ സൈനിക കൂട്ടായ്മ ട്രംപിൻ്റെ അത്യാധുനിക സൈനിക മേധാവിത്വത്തെ കൃത്യമായ ആസൂത്രണത്തിലൂടെ പ്രതിരോധിച്ചു എന്ന വിലയിരുത്തലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം നടത്തുന്നത്. ഈ ചെറുത്തുനിൽപ്പും തന്ത്രങ്ങളുമാണ് സൈനികമായി ഇറാനെ കീഴ്പ്പെടുത്തുക അസാധ്യമാണെന്ന് മനസ്സിലാക്കി സമാധാന ചർച്ചകളിലേക്ക് വരാൻ ട്രംപിനെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് വിശകലന വിദഗ്ധരെല്ലാം പറയുന്നത്. ഇറാൻ്റെ ആഭ്യന്തരവും സൈനികവുമായ കാര്യങ്ങൾ ബാൻഡ് ഓഫ് ബ്രദേഴ്സും പരമോന്നത നേതാവും ഇങ്ങനെ നിയന്ത്രിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ്റെ നിലനിൽപ്പ് നിർണ്ണയിക്കുന്നത്, വലിയ നയതന്ത്ര തീരുമാനങ്ങൾ എടുക്കുന്നത്, അത് നടപ്പാക്കുന്നത് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ്. അദ്ദേഹത്തെ പറയാതെ പോകാൻ കഴിയില്ല. അരാക്ചിയുടെ നേതൃത്വത്തിൽ ഇറാൻ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ വളരെ കരുത്തുറ്റതാണ്. ആഗോളതലത്തിൽ ഇറാൻ്റെ മുഖവും ശബ്ദവുമാണ് അരാക്ചി എന്ന് പറയാം. യുദ്ധ സാഹചര്യത്തിൽ ഇറാൻ്റെ നിലപാടുകൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തലയെടുപ്പോടെ വ്യക്തമാക്കുന്നതും അതിനനുകൂലമായ നീക്കങ്ങൾ നടപ്പാക്കിയെടുക്കുന്നതും അരാക്ചിയുടെ നയതന്ത്ര മികവാണ്. ഇറാൻ ഭരണകൂടം എവിടെ പോരാടാൻ ആവശ്യപ്പെടുന്നുവോ അവിടെ പോരാടാനും, എവിടെ ചർച്ച നടത്താൻ ആവശ്യപ്പെടുന്നുവോ അവിടെ ചർച്ച നടത്താനും താൻ തയ്യാറാണ് എന്നാണ് അരാക്ചിയുടെ ഏറ്റവും പ്രശസ്തമായ ഡയലോഗ്. അതായത് ശക്തമായ സൈനിക നേതൃത്വമായി ബാൻഡ് ഓഫ് ബ്രദേഴ്സും നയതന്ത്ര നേതൃത്വമായി അബ്ബാസ് അരാക്ചിയും ചേരുമ്പോഴാണ് ഇറാന് തന്ത്രപരമായ കരുത്ത് കൂടുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. അതാണ് ട്രംപിനെയും നെതന്യാഹുവിനെയും ഇപ്പോഴും കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.